ഞങ്ങളുടെ ദോശ ഉണ്ടാക്കുന്ന ആളുടെ മുഖം കാണത്തില്ല. എൻ്റെ അമ്മയുടെ സ്വന്തം സാമ്പാർ. എങ്ങനെയുണ്ട് അമ്മ സാമ്പാർ? കിടക്കാച്ചി. എന്തോ അമ്മ വായി കിടക്കുന്നേ? കണ്ട ചപ്പാത്തി കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ മത്തി വെട്ടുന്നത്. പൊതിച്ചോറിന്റെ വിശേഷങ്ങൾ കണ്ടാലോ? അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നേരെ ഞങ്ങൾ വാഴത്തോട്ടത്തിൽ നിൽക്കുകയാണെ വാഴയില വെച്ചാൽ, കാരണം വാഴയില പൊതിഞ്ഞ പൊതിച്ചോറിന്റെ സ്വാദ് അതൊന്ന് വേറെ തന്നെയാണല്ലേ. എല്ലാവർക്കും സന്തോഷം വരും. ചിലവർ സന്തോഷം ഫ്രണ്ട്സുമായിട്ടും ചിലവർ ഫാമിലി ആയിട്ടും ഒക്കെ ആയിരിക്കും ആഘോഷിക്കുന്നത്. ഞങ്ങൾക്ക് 1K അടിച്ച സന്തോഷം എന്തായാലും നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാമെന്ന് ആദ്യം വിചാരിച്ചെങ്കിലും പിന്നെ ഓർത്തെന്ന് 5-6 പൊതിച്ചോറ് കൊടുക്കാം. അപ്പോൾ പാവപ്പെട്ടവർക്ക് അവരുടെ ഒരു നേരത്തെ വിശപ്പെങ്കിലും നമ്മളെയും കൊണ്ട് എല്ലാ ദിവസവും പറ്റുന്നില്ലെങ്കിലും ഒരു നേരമെങ്കിലും നമ്മളെയും കൊണ്ട് കഴിയുന്ന പോലെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളിത് ഇവിടെ വരെ എങ്കിലും കൊണ്ടെത്തിച്ചത്. നേരത്തെ വീഡിയോ എഡിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് തിരക്കുകൾ വന്നതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഈ എന്താണ് പറയുക, ഇടയ്ക്കിടയ്ക്ക് ഓരോ ജോലി തിരക്കിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ അങ്ങ് വിട്ടുപോയത്. അന്ന് കയ്യോടെ എന്തായാലും ഇത് എഡിറ്റ് ചെയ്തിടണമെന്ന് തന്നെ വിചാരിച്ചാണ് ഇതെടുത്തത്. പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുവാണോ? ഇവിടെ ആണെങ്കിൽ ഇന്നാണ്ട് നല്ല മാങ്ങാച്ചാറിടുവാണേ. പിന്നെ ഈ മാങ്ങാച്ചാർ ഇട്ടപ്പോൾ ഈ വീട് മൊത്തം നല്ല മണമായിരുന്നേ മാങ്ങാച്ചാറിൻ്റെ കേട്ടോ. ഞാനാണെങ്കിൽ അന്ന് പൊതിച്ചോറ് കഴിക്കാനും പറ്റിയില്ല. അതുകൊണ്ട് സോനുവും ഒക്കെ മുത്തൊക്കെ പറഞ്ഞൊരു അറിവാണ് പൊതിച്ചോറിൻ്റെ രുചിയെക്കുറിച്ച്. നമ്മൾ കഴിച്ചില്ലായിരുന്നു. കാരണം ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ രാവിലെ പരിപാടി തുടങ്ങിയെങ്കിലും ഒരു കറക്റ്റ് ഒരു 12:30 ആവാറായപ്പോഴാണ് നമ്മൾ പൊതിയാൻ വന്നത്. അതുവരെ ഞങ്ങൾ അവിടെ ആടിയും താടിയും പാടിയും നടക്കുമായിരുന്നു. അതൊക്കെയായിരുന്നു സത്യം. അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ കൂടുമ്പോൾ. ഇതിപ്പോൾ ഞങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ അപ്പച്ചി ഉണ്ടായിരുന്നു, പിന്നെ മുത്തുണ്ടായിരുന്നു, അപ്പം അമ്മാവി ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കൊച്ചു നാട്ടിലെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പറച്ചിൽ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം അങ്ങ് പോയത് പോലും അറിഞ്ഞില്ല. പിന്നെ മഴയൊന്നും ഇല്ലാഞ്ഞുകൊണ്ടായിരുന്നു, കറണ്ട് ഉണ്ടായിരുന്നു. എന്തായാലും അത് കാര്യമായി അല്ലേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു വയ്യാത്ത അമ്മ വരുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. കാരണം ഞാൻ ജോലി ചെയ്ത സമയത്ത് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയാണ്. ജോലി ചെയ്ത സമയത്ത് അവിടെ ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു കടയുണ്ട്. ആ കടയിൽ ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയ്ക്കാണെങ്കിൽ ഒരു 70-75 വയസ്സോളം പ്രായമുണ്ട്. പക്ഷേ 3 മക്കളുണ്ട്. 3 പേരും ഗൾഫിലാണ്. ആ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അന്ന് ജീവിച്ചത്. ഇന്ന് അമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ഒരു നേരത്തേക്ക് ആഹാരത്തിന് വേണ്ടി അമ്മ ചായ മാത്രമാണ് വിൽക്കുന്നത്, വേറെ ഒന്നും. കാരണം അത്രയും പ്രായമായ അമ്മയ്ക്ക് മറ്റൊന്നും ഉണ്ടാക്കാനുള്ള ഒരു ഇതില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയുടെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അമ്മയുടെ ചെറുപ്പത്തിലെ അമ്മയുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. ആ മരിച്ചു പോയപ്പോൾ 3 പെൺമക്കളായതുകൊണ്ട് അമ്മ മറ്റൊരു വിവാഹം കഴിച്ചതുമില്ല. അങ്ങനെ ഈ അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്താണ് ഈ 3 മക്കളെയും പഠിപ്പിച്ചതും വിവാഹം കഴിപ്പിച്ചതും ജോലിയാക്കി കൊടുത്തതും എല്ലാം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പ്രായം ചെന്നപ്പോഴത്തേക്ക് മക്കൾ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. നീ നോക്കൂ എന്നുള്ളൊരു വഴക്കും ബഹളവും ഒക്കെ ആയപ്പോഴത്തേക്ക് ആർക്കും അമ്മയെ വേണ്ടാതായി. എന്ന് വെച്ചാൽ അമ്മ നിന്നത് ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ മൂത്ത മോളുടെ വീട്ടിലെങ്ങാണ്ട് പോയി നിന്ന സമയത്ത് അവിടെ തൊടാൻ പറ്റില്ല, ഇവിടെ തൊടാൻ പറ്റില്ല, അങ്ങനെയൊക്കെയായി. പേരക്കുട്ടികളുണ്ടല്ലോ അവരെ അടുത്ത് വിടില്ല. ആ അമ്മ വീട്ടിലെ സകല ജോലിയും ചെയ്തു. ആ സകല ജോലിയും ചെയ്തിട്ട് പോലും ആ അമ്മ ഒരു വീട്ടുജോലിക്കാരിയെ കാട്ടി ഒരിതായിട്ടാണ്. അങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്തും ആൾക്കാരൊക്കെ കാണുമോ? കാരണം സ്വന്തം അമ്മയെ നമ്മുടെ വീട്ടുജോലിക്കാരെ പോലെ കാണുന്നത് അതൊരു മക്കളെയും കൊണ്ടൊക്കെ പറ്റുമോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ആ അമ്മ അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു. അപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ആ അമ്മയുടെ നല്ല പ്രായത്തിൽ, ആ അമ്മയ്ക്കൊരു 10-25 വയസ്സായപ്പോഴാണ് അമ്മയുടെ ഭർത്താവ് മരിക്കുന്നത്. ആ 25 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ വെച്ച് നല്ല പ്രായമാണ് അവരുടെ. ആ നല്ല പ്രായം തൊട്ട് ആ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് അവസാനം ആ മക്കൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരവസ്ഥ. അത് ഭയങ്കര ഒരു വേദനയായിരുന്നു അത് കേട്ടപ്പം. അപ്പം ഞാൻ
ഇങ്ങനെ അതെല്ലാം അന്ന് കേട്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് ഞാൻ ജോലിയൊക്കെ വിട്ട് നാട്ടിലോട്ട് എത്തിയപ്പോൾ പിന്നെ ആ അമ്മേനെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ ഉണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. കാരണം ഒരു 4-5 വർഷം മുമ്പുള്ളൊരു കഥയായിരുന്നു. അതൊക്കെ പോട്ടെ. നമ്മളിങ്ങനെ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ അമ്മമാർ നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ പെട്ടെന്ന് ഞാൻ ആ അമ്മയാണ് ആലോചിക്കുന്നതും ഓർക്കുന്നതും. ഇത്രയും വർഷമായിട്ടും ആ അമ്മയുടെ ഇത് മാത്രം അങ്ങോട്ട് മനസ്സിൽ നിന്ന് പോകുന്നില്ല, എന്താണെന്നറിയില്ല. അതവിടെ കഴിയട്ടെ. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് രാവിലെ നമ്മൾ ദോശയാണേ. അപ്പോൾ ഞാനാണെങ്കിൽ ഈ നമ്മുടെ മീൻ മസാല കൂട്ടുമായിരുന്നു. മസാല കൂട്ടാൻ ഞാൻ മിട്ടിക്കുക. പിന്നെ എല്ലാം മത്തിയായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഇപ്പം തിന്ന് വണ്ണവും വെച്ച്, എന്തോ പറയാനാ. പണ്ടാണെങ്കിൽ എപ്പോഴും ഡയറ്റൊക്കെ എടുത്ത് ഒക്കെ നോക്കുമായിരുന്നു. ഇനി ഡയറ്റൊക്കെ എടുത്തൊന്ന് റെഡി ആവണം. പിന്നാണെങ്കിൽ മത്തി വറക്കാമെന്ന് വിചാരിച്ചേ. മത്തിക്കുള്ള മസാല ഞാനിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ചെയ്യുമ്പോൾ ഒരു ചിരിയും കൂടെ വരുമായിരുന്നു. പിന്നെ സോനാണ് സൈഡിൽ നിന്ന് ദോശയും സാമ്പാറും ഉണ്ടാക്കി. ഞാനും ചേച്ചിയും മുത്തും നന്ദുവും എല്ലാവരും ദോശ കഴിച്ചു. നല്ല ദോശയും സാമ്പാറാണ്. മമ്മിയുടെ സ്പെഷ്യൽ സാമ്പാർ ആയതുകൊണ്ടായിരിക്കും. പിന്നെ നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ Q&A ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഞാനും അമ്മയും കൂടെ വന്നിട്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ ഫാമിലി ഒന്നും ഇതുവരെ പരിചയപ്പെടുത്തിയിട്ട് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആർക്കെങ്കിലും അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ. പിന്നെ നമ്മളോർത്ത് മീൻ വറക്കാം ഇന്ന്, കാരണം നല്ല മത്തി വറുത്തതല്ലേ. നമുക്ക് പൊതിച്ചോറും മത്തി മുട്ടയില്ലെങ്കിൽ എന്ത് പൊതിച്ചോറ്. ഇവിടെയൊക്കെ മത്തിയും മുട്ടയും പിന്നെ അതുപോലെ തന്നെ ചമ്മന്തിയും തോരനും, അതാണ് സ്പെഷ്യൽ പൊതിച്ചോറ്. ഇത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം നടക്കുമെന്നും നമ്മൾ ഇതിനൊക്കെ വേണ്ടി പുറപ്പെടുമെന്നോ ഒന്നും ഒരിക്കലും ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ ഒറ്റയ്ക്കായ സമയത്ത് ഞാൻ ഒന്നും ചെയ്യാനില്ല, നമുക്ക് പ്രത്യേകിച്ച് വീട്ടിലെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയില്ലല്ലോ എന്നുള്ള ചുമ്മാ ഇരുന്നപ്പോഴാണ് ഓർത്തത് എന്നാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമല്ലോ എന്ന്. അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പം ഒരു ദിവസം വീഡിയോ ഇടാൻ വൈകിയാൽ തന്നെ അപ്പം ടെൻഷൻ, അയ്യോ വീഡിയോ ഇടാൻ ടൈം ആയല്ലോ, ഇത്രയും നേരമായിട്ട് കഴിഞ്ഞില്ലല്ലോ. നമ്മുടെ എല്ലാ ജോലിയും തിരക്കുകളും മാറ്റി വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നതും വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും എല്ലാം. കാരണം ഇപ്പം എന്തോ നമ്മുടെ കൂടെ ഒരാളെ പോലാണ് യൂട്യൂബ് ഇപ്പം ഞങ്ങൾക്ക്. എല്ലാ യൂട്യൂബേഴ്സിനും അങ്ങനെ തന്നെയാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തായിരിക്കും നമ്മൾ മുൻപന്തിയിലെത്തുന്നത്. ചിലവർ പുറകെ തന്നെ നിൽക്കും, ചിലവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പരാജയപ്പെട്ടു എന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും ചെയ്യാതിരിക്കരുത്. നമ്മൾ പരാജയപ്പെടും. ഞാനൊക്കെ എൻ്റെ ലൈഫിൽ എത്ര വട്ടം പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ പോയി ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ ലൈഫിൽ നഷ്ടങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷേ ചില നഷ്ടങ്ങൾ നമ്മളിങ്ങനെ ഓർത്തിരിക്കും, അയ്യോ എനിക്കത് നഷ്ടപ്പെട്ടല്ലോ. ചിലത് കാണുമ്പോൾ നമ്മൾ ആലോചിക്കും, എന്നാലും കൊള്ളാലോ, അങ്ങനെ പോയല്ലോ, ഇങ്ങനെ പോയല്ലോ. അതിലൊന്നും അല്ല ലൈഫ് ഇരിക്കുന്നത്. നമ്മൾ നമ്മുടേതായിട്ടൊരു സ്റ്റാൻഡ് എപ്പോഴും പെൺപിള്ളേർ അവനവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവനവന് ജീവിക്കാം. അത് കറക്റ്റ് കാര്യമാണ്. നമുക്ക് ആരോടും ചോദിക്കാതെയും ആരുടെയും കൈ നീട്ടാതെയും നമ്മുടെ കയ്യിൽ ഒരു ജോലിയോ അല്ലെ ഇതുപോലൊരു വരുമാനമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക്, കേട്ടിട്ടില്ലേ, പവർ പദവി, അങ്ങനെ ഒരു പവറാണത്. അത് എനിക്ക് മനസ്സിലാക്കി തന്നത് യൂട്യൂബാണ് കേട്ടോ. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇപ്പം എന്തിനെങ്കിലും മറ്റൊരാളോട് ചോദിക്കുന്നു, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കും, പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എനിക്കാരോടും ചോദിക്കണ്ടായിരുന്നല്ലോ, എനിക്കിഷ്ടമുള്ളത് ചെയ്യാമായിരുന്നല്ലോ എന്നൊക്കെ. ഇപ്പം അത് സാധിക്കുന്നുണ്ട്. കാരണം അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ഇവിടെ വരെ എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരെ എത്തിയത് തന്നെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നന്ദു ആണെങ്കിൽ നന്ദുവിൻ്റെ പാട്ടും ബഹളവും. നന്ദു ആണ് ഇവിടെ വന്നാൽ ഇവിടുത്തെ സാധനങ്ങളൊന്നും ചെതലെടുക്കത്തില്ല. കാരണം നന്ദു ആണല്ലോ ഇവിടെ എല്ലാ സാധനങ്ങളും പിറക്കി അവിടെയും വെച്ച് ഇവിടെയും വെച്ച് നന്ദു ഇരിക്കും. കുട്ടികളുള്ളടത്ത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ചെതലെടുക്കുന്ന കാര്യത്തെ പറ്റി. പിന്നെ നന്ദുവിനെയും കൊണ്ട് ഞാൻ കേരളത്തിലെ ജില്ലകൾ പറയിപ്പിക്കുവാണേ. ഒന്നൂടെ ബാക്കിയൊക്കെ എന്തേ? തൃശ്ശൂര്, തീർന്നു. തിരുവനന്തപുരത്ത് നിർത്തിക്കോ. നമ്മുടെ സ്റ്റേറ്റിന്റെ പേരെന്തുവാ?
കരളോ? കൊരളിയോ? കരളോ? കൊരളോ? കൊരളാന്നോ? കേരള. ആ, എന്തായാലും നന്ദുവിൻ്റെ ബർത്ത്ഡേ ഓണം കഴിഞ്ഞാണ്. നന്ദുവിന് 3 വയസ്സായില്ലേ. എന്തായാലും നന്ദുവിന് 3 വയസ്സാകുമ്പോഴത്തേക്കും നന്ദുവിനെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. നന്ദു എന്തായാലും ഒരു 2 വയസ്സ് കഴിഞ്ഞ് 2.5 വയസ്സ് തൊട്ടാണ് നന്ദു കുറച്ചുകൂടെ നല്ലതായിട്ട് കാര്യം പറയാൻ തന്നെ തുടങ്ങിയത്. കാരണം ഞാനും നന്ദും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് എന്നോട് മാത്രം കാര്യം പറഞ്ഞ കൊച്ചൊന്നും പറയത്തില്ലായിരുന്നു. ഇപ്പം അംഗനവാടി പോയതിന് ശേഷം കുറച്ചൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനും പറയാനും ഒക്കെ പഠിച്ചത് അംഗനവാടി വിട്ടതിന് ശേഷമാണ്. അങ്ങനെ നന്ദുവിന് ഓണം കഴിഞ്ഞാണ് നന്ദുവിൻ്റെ ബർത്ത്ഡേ. ആയിക്കൊള്ളല്ലോ, ഓണം എന്തായാലും ആഘോഷിക്കണം, നന്ദുവിൻ്റെ ബർത്ത്ഡേ എന്തായാലും ആഘോഷിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബർത്ത്ഡേ. ഞാനാണെങ്കിൽ കഴിഞ്ഞ വർഷം ഓണം ഒരുങ്ങിയിട്ടില്ല, 2019 ഓണം ഒരുങ്ങിയില്ല, പിന്നെ 24 ഓണം ഒരുങ്ങിയില്ല. അതൊക്കെ നമ്മുടെ ലൈഫിൽ ചില നഷ്ടങ്ങൾ വരുന്ന സമയങ്ങളിൽ നമ്മൾ ആഘോഷങ്ങളും ഉണ്ടാവത്തില്ല, അതാണ് സത്യം. ഈ വർഷം എന്തായാലും നമ്മൾ ഓണം ഒരുങ്ങുന്നുണ്ട്. ഈ പ്രാവശ്യം എല്ലാവരും ഉള്ളത് കൊണ്ട് നമ്മൾ നല്ലതായിട്ട് ഒരുങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത്. കഥ പറഞ്ഞ് ഇവിടെ നല്ല മുട്ട വറുപ്പ് വരെ എത്തി. കണ്ടില്ലേ എൻ്റെ മുട്ട വറുത്തത്? ഇതൊക്കെ ചെയ്യുമ്പോഴേ പണ്ട് സ്കൂളിൽ പോയ ഓർമ്മയാണ്. 10ലൊക്കെ പഠിക്കുമ്പം ഇല്ല പൊതിച്ചോറിനകത്ത് ഇതെല്ലാം പൊതിഞ്ഞ് നമ്മളിങ്ങനെ തുറക്കുമ്പോൾ ഉള്ളൊരു മണവും അതൊരു പ്രത്യേകതൊരു വൈബായിരുന്നു. ഇപ്പം സ്കൂളിൽ പോകുന്നവരൊക്കെ എങ്ങനെയെങ്കിലും സ്കൂളിൽ പോകണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി എന്നായിരുന്നു. പക്ഷേ സ്കൂൾ ജീവിതമൊക്കെ മാറി നമ്മൾ ഫാമിലി ലൈഫ് ആവുമ്പോഴാണ് സ്കൂൾ ജീവിതം എന്ത് മനോഹരമായിരുന്നെന്ന് ആലോചിക്കുന്നത് പോലും. അത്ര അടിപൊളിയായിരുന്നു. ഞാനൊക്കെ 10 പഠിച്ചപ്പോൾ ഭയങ്കര രസമാണ്. 2019 വരെ അടിപൊളിയായിരുന്നു. നീ ഒരു കൊമ്പ്, 6 കൈ കൊമ്പ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അടുത്ത എൻ്റെ മുട്ടയ്ക്ക് 4 കൊമ്പാണ് കണ്ടാ. കാരണം 2019 വരെ എനിക്ക് എന്തോ നല്ല കാര്യമായിരുന്നു തോന്നുന്നു. 19 കഴിഞ്ഞപ്പോഴത്തേക്ക് 19 തൊട്ടാണെന്ന് തോന്നി എനിക്ക് നഷ്ടങ്ങളുടെ കാലം. എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടേക്കുന്നു. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാറുമുണ്ട്, ഓർക്കാറുമുണ്ട്, വിഷമിക്കാറുമുണ്ട്. എന്ന് വെച്ചാൽ അത് ഓർത്ത് വിഷമിച്ചൊന്നുമല്ല, ചില കാര്യങ്ങളും ചില മൊമെൻറ്റുകളും ചില സ്ഥലങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിക്കാറുണ്ടല്ലോ. അതുപോലൊക്കെ നമുക്കും ഉണ്ട്. നമ്മൾ വീഡിയോയിൽ കാണുന്ന ചിലവർ പറയുന്നു നല്ല ലൈഫാണ്, ഹാപ്പിയാണ്, അങ്ങനൊന്നുമല്ല. നമുക്കും വിഷമങ്ങളും അങ്ങനെയെല്ലാം ഉള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ അതെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഫാമിലി ആകുമ്പോൾ പല കാര്യങ്ങളും കാണും. പിന്നെ ഞങ്ങളാണെങ്കിൽ ദണ്ട പൊതിച്ചോറ് ഇവിടെ റെഡിയായി കണ്ട. നമ്മൾ കഥ പറഞ്ഞെത്തിയപ്പോഴത്തേക്ക് പൊതി ദണ്ട കെട്ടാൻ പോവാണ്. നല്ല ചോറ്, എന്തൊരു മണമായിരുന്നു. വാഴയിലോട്ട് വിളമ്പിയപ്പോൾ എല്ലാം കൂടെയുള്ള ചോറും തോരനും നല്ല മീൻ വറുത്തതും പിന്നെ മുട്ട പൊരിച്ചതും അച്ചാറും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തൊരു കിടുക്കാച്ചി പൊതി. പിന്നെ അല്ല, ഇനി നമ്മൾ ഓരോ ഘട്ടം എത്തുമ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം കേക്ക് മുറിച്ച് തീർക്കുന്നതിനെക്കാട്ടി നല്ലത് അപ്പം നമ്മൾ കൊടുത്തപ്പം ഓരോ അമ്മ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ടാണ് അത് പൊതിച്ചോറ്. കാരണം തലേന്ന് ഉച്ചയ്ക്ക് കഴിച്ചാണ് അമ്മ, പിറ്റേന്ന് അന്ന് രാത്രി കഴിച്ചില്ല, പിറ്റേന്ന് രാവിലെ കഴിച്ചില്ല, പിറ്റേന്ന് ഉച്ചയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോഴാണ് ആ ചോറ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് കാത്തിരിക്കുന്നവരും നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. ആഹാരങ്ങൾ കളയുന്ന ആൾക്കാരൊക്കെ അതൊന്നും ഓർക്കുന്നേ ഇല്ലല്ലേ. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തുണ്ടല്ലോ ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഈ യൂട്യൂബ് ചാനലോ എവിടെ വരെ എത്താനാ, ഇപ്പം കാണാലോ, അങ്ങനെ ഒരുപാട് നെഗറ്റീവിനകത്തൂടെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പക്ഷേ ഇവിടെ വരെ എത്തുന്ന ഈ ഒരു സന്ദർഭം വരെ ഇപ്പം ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നൊരു സന്തോഷവും ഒരു ചിരിയും അങ്ങനെ ഒരു നിമിഷം ഉണ്ടല്ലോ. നമുക്ക് ആ ഒരു ഇതായിരുന്നു നമ്മളിത് പൊതിഞ്ഞ് നമ്മളിത് കൊടുത്തപ്പോൾ നമ്മൾ ഉണ്ടായതെന്ന് പറയാനേ. പിന്നെ നമ്മൾ എല്ലാ യൂട്യൂബേഴ്സിനും പുതിയതായിട്ട് തുടങ്ങുന്നവരോട് ഞാൻ പറയാം, നമ്മൾ പരാജയപ്പെടും, നെഗറ്റീവ് വരും. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ നിർത്തുകയേ ചെയ്യേണ്ട, നമ്മൾ വിജയിക്കുന്നിടം വരെ നമ്മൾ ശ്രമിക്കുക. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വരെയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഭിപ്രായം പറയുക. അപ്പോൾ ബൈ.